ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഈ വ്യക്തിയുടെ എനർജി നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ കാർഡ്സ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടില്ല. പൈൽ നമ്പർ 1 ഈ ഒരു ചിത്രം ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 1. അതേസമയം ഈ ഒരു ടാരോ കാർഡ് റീഡർ ആണ് നിങ്ങൾ ചൂസ് ചെയ്തെങ്കിൽ പൈൽ നമ്പർ 2. അതേപോലെ തന്നെ സൂര്യചന്ദ്രന്മാരെയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 3. ഓക്കെ, സോ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ പൈൽ നമ്പർ 1 നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ പൈൽ നമ്പർ 1. ആ വ്യക്തിയുടെ അവരുടെ എനർജി നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 1. ലെറ്റ്സ് സീ പൈൽ നമ്പർ 1. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് 8 ഓഫ് വാട്ടർ, Queen of Water, 10 of Air. നിങ്ങളുടെ കണക്ഷൻസ് Ace of Air, വാട്ടർ ആൻഡ് എയർ എനർജീസ് ആണ്. ഡ്രീമർ ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻസ് എങ്ങനെയാണ് എന്നുള്ളത്, ഏത് എനർജിയിലാണ് നിങ്ങൾ തമ്മിലുള്ളൊരു കണക്ഷൻ വരുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ചൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ 8 ഓഫ് വാട്ടർ ആണ്. സോ 8 ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെ ചിന്തകൾ നിങ്ങളെ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ചിന്തകൾ കണക്ട് ചെയ്ത് ആ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്തിട്ടിരിക്കുകയാണെന്നുള്ളതാണ്. പാസ്റ്റ് ലൈഫാണ് ഇത് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ഒരു ജീവിതം, നിങ്ങൾ ആ വ്യക്തിയായിട്ടുള്ള ഒരു കണക്ഷനാണ് ഇവിടെ. മെമ്മറീസ് ആണ്. ആ ഒരു വ്യക്തി നിങ്ങളായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ചിന്തകൾ നിങ്ങളെ വല്ലാതെ ബാധിക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സൂചിപ്പിക്കുന്നത് ഒന്നെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ചിലപ്പോൾ പ്രണയം ഉണ്ടായിരുന്നിരിക്കാം, സ്നേഹം ഉണ്ടായിരുന്നിരിക്കാം, ഒരു കണക്ഷൻ ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പും ആവാം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടാണ് നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിച്ചതെങ്കിൽ ആ ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന എനർജിയിൽ നിങ്ങളിപ്പോൾ ചിന്തിച്ച വ്യക്തിയുമായിട്ട് നിങ്ങൾ പണ്ട് സുഹൃത്തായിരുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളായിട്ട് പിന്നീട് നിങ്ങൾ തമ്മിൽ വലിയ വഴക്കായിട്ട് നിങ്ങളുടെ ആ ഒരു ബന്ധം അവസാനിച്ച ഒരു വ്യക്തി ഈ പറയുന്ന വ്യക്തിയുടെ കൂടി സുഹൃത്തോ അല്ലെങ്കിൽ ലവറോ ആകാം. അപ്പോൾ ആ വ്യക്തിയിൽ ഈ പറയുന്ന വ്യക്തിക്ക് കുറെ ഇമ്പാക്റ്റ് ഉള്ളത് കൊണ്ട് ആ പറയുന്ന വ്യക്തിയുടെ ചിന്തകൾ ഇദ്ദേഹത്തിലോട്ട് മാറിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ചിന്തകൾ നിങ്ങളെ നന്നായിട്ട് ബാധിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു എനർജി ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അതല്ല എങ്കിൽ എന്ത് തന്നെയായാലും നിങ്ങളുടെ എനർജിയിൽ വളരെയധികം സ്ട്രോങ് കണക്ഷൻ ആണുള്ളത്. അപ്പോൾ അതല്ലാത്ത സിറ്റുവേഷനിൽ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാം. കാരണം ആ ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുമ്പോൾ ട്വിൻസിന്റെ ഇടയിൽ ഒരു സ്ട്രോങ് കോഡുണ്ട്. ആ കോഡ് കട്ട് ചെയ്യാൻ നമ്മൾ കോഡ് കട്ടിങ് പറയാറുണ്ട്. കോഡ് കട്ട് ചെയ്യാന്ന് വെച്ചാൽ ട്വിൻസിന്റെ ഇടയിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എളുപ്പത്തിൽ കോഡ് കട്ട് ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ ട്വിൻ ഫ്ലെയിം തന്നെ ആയിരിക്കണമെന്നില്ല. വളരെ സ്ട്രോങ് പാസ്റ്റ് കർമ്മ, സോൾ കണക്ഷൻസ് ഒക്കെ ഉള്ളവരുടെയൊക്കെ കോഡ് കട്ടിങ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചില ആളുകളുടെ സിറ്റുവേഷനിൽ കോഡ് കട്ടിങ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരെ ഉണ്ട്. അതിന്റെ കണക്ഷൻ നമ്മൾ ബ്ലൈൻഡ്ലി പറയുന്നതല്ല. കാരണം ഇപ്പൊ ട്വിൻ ഫ്ലെയിം ആയതുകൊണ്ട് കോഡ് കട്ട് ചെയ്യാൻ പറ്റില്ല, ഇന്നതായതുകൊണ്ട് എന്ന് ജനറലി നമുക്ക് അതിൽ പറയാൻ പറ്റില്ല. കാരണം ചില കാര്യങ്ങൾ വളരെ സ്ട്രോങ് സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഒരു കാലത്ത് നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ എവിടെയോ ഒരു കണക്ഷൻ കിടപ്പുണ്ട് ഇവിടെ. സോ ഇതിനുള്ളൊരു ഉത്തരം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഡോണ്ട് ലെറ്റ് എനിത്തിങ് ഡിസ്ട്രാക്ട് യു. ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകണമെന്നുണ്ട്, പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. കാരണം നിങ്ങൾ ഈ വ്യക്തിയായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നത് കൊണ്ടാണ്. ഒരു വോയിഡ് നിങ്ങളുടെ ലൈഫിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഈ വ്യക്തിയായിട്ട് കണക്ട് ചെയ്യാത്തത് കൊണ്ട്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ആ ഒരു എനർജിയിൽ നിന്ന് കണക്ഷൻ വിടുവിക്കേണ്ടത് അനിവാര്യമാണ്. ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ആണ്, ഒരു എംപ്റ്റിനെസ് ആണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരിക. അതായത് ഈ വ്യക്തിയെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളെ എത്രത്തോളം നിങ്ങളിലേക്ക് വരുന്നത്, ഈ വ്യക്തി ഒരു ട്രോമ ബോണ്ട് എനർജിയാണ്. ആ വ്യക്തിയുടെ ഉള്ളിൽ തന്നെ ഒത്തിരി ട്രോമാസ് ഉണ്ട്. അപ്പോൾ നിങ്ങളും ട്രോമ ബോണ്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ട്രോമയാണ് നിങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്, നെഗറ്റീവ് എനർജീസ്.
നിങ്ങൾ പോസിറ്റീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രോമ ബോണ്ട് വെച്ച് നിങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഒത്തിരി മാനിഫെസ്റ്റേഷൻസും പോസിറ്റീവ് എനർജീസിനെ കുറിച്ചിട്ട് വരുന്ന കാര്യങ്ങൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ട്രൈ ചെയ്യാം. ഫുൾ മൂൺ ദിവസം മൂൺ വാട്ടർ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം അത് ശ്രദ്ധിക്കാവുന്നതാണ്. ഫുൾ മൂൺ ദിവസം നെഗറ്റീവ് എനർജി റിലീസ് ചെയ്യുക. ഇനി വരുന്ന ഫുൾ മൂൺ ടൈമിൽ അത് നിങ്ങൾ ചെയ്യുക. ആ ഫുൾ മൂൺ തുടങ്ങി 21 ഡേയ്സ് വരുന്ന എന്തെങ്കിലും പ്രാക്ടീസസ് നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, കാരണം ഇവിടെ സ്ട്രോങ് എനർജി ആയതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ക്വീൻ ഓഫ് വാട്ടർ എനർജി. സോ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ക്വീൻ ഓഫ് വാട്ടർ എനർജി നിങ്ങളെ സംബന്ധിച്ച് ഇമോഷൻസ് ആണ് കൂടുതൽ കണക്ഷൻ. നിങ്ങളുടെ വാട്ടർ എനർജീസ് ആൻഡ് എയർ എനർജീസ് ആണ് ബോത്ത് ആർ കണക്ഷൻസ് ഇമോഷണൽ ആണ് ഭയങ്കരമായിട്ട്. അതുകൊണ്ട് തന്നെ ഇമോഷണൽ ആയിട്ടുള്ള ആളുകളുടെ കണക്ഷൻസ് സ്ട്രോങ് ആയിരിക്കും. അതിനി വിട്ടുപോയി കഴിഞ്ഞാലും ആ ഇമോഷണൽ ഇഷ്യൂ നിങ്ങൾക്കുണ്ടാവും എന്നുള്ളതാണ്. കാര്യങ്ങളൊക്കെ നേരെ ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ഈ ഒരു വ്യക്തി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നല്ല കണക്ഷൻ ആണ് എങ്കിൽ, അതായത് നിങ്ങൾ തമ്മിൽ വിട്ടൊന്നും പോയിട്ടില്ല, ഒരുമിച്ച് തന്നെയാണ്. അപ്പോൾ ഈ വ്യക്തിയുടെ ചിന്തകൾ എങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. ഈ വ്യക്തിയുടെ എനർജീസ് നെഗറ്റീവ് ആണ് എങ്കിൽ വിച്ച് ഇറ്റ് ഫീൽസ് ലൈക്ക് ഈ ഒരു വ്യക്തി ഇമോഷണലി ഈ വ്യക്തി ഒന്നുകിൽ മെച്ചുവർ അല്ലായിരിക്കാം. ചില ആളുകളിൽ അങ്ങനെ. മറ്റു ചിലരെ സംബന്ധിച്ച് ഈ വ്യക്തി വളരെ സ്പിരിച്വലി കണക്റ്റഡ് ആണ്. ഈ വ്യക്തി വളരെയധികം ഒരു ഇൻറ്റ്യൂട്ടീവ് എനർജി, ഒരു സൈക്കിക് പേഴ്സൺ ആയിരിക്കാം അദ്ദേഹം. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി സ്ത്രീ ആയാലും പുരുഷനായാലും അദ്ദേഹത്തിന് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റുന്നുണ്ടാവും ഫിസിക്കൽ വേൾഡിൽ. കാരണം അദ്ദേഹം സ്പിരിച്വലി ഒത്തിരി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇമോഷണൽ എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇമോഷണൽ എന്നുള്ളതിനേക്കാൾ ഒരു എംപതി അദ്ദേഹത്തിലുണ്ട്. പക്ഷെ അതില് അദ്ദേഹം വളരെ എന്താ പറയാ മെച്യൂർ ആണ്. അതായിട്ട് കണക്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുന്നതോടൊപ്പം തന്നെ സ്വന്തം ഇമോഷണൽ നീഡ്സും അദ്ദേഹം നോക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അദ്ദേഹം സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ സ്ട്രോങ് സ്പിരിച്വൽ സെൻസ് ആ വ്യക്തിയിൽ ഉണ്ടാവും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണ് എങ്കിൽ നിങ്ങൾ ആ വ്യക്തിയായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പൊ ആ വ്യക്തിയുടെ എനർജീസ് നിങ്ങളുടെ സിറ്റുവേഷൻസിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യം, അതായത് നിങ്ങൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോബാണ് ചെയ്യുന്നത്, മറ്റ് പല കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇദ്ദേഹത്തിന്റെ എനർജി നിങ്ങളിലേക്ക്, പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു തടസ്സം എന്ന് പറയുന്നത് നിങ്ങൾ ഈ വ്യക്തിയായിട്ടുള്ള കണക്ഷൻസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഒട്ടും സ്പിരിച്വൽ അല്ല, സ്പിരിച്വൽ ആയിട്ടുള്ള ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റിച്വൽസോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല എങ്കിൽ, അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ദൈവവിശ്വാസി എങ്കിലും ആണെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ക്ഷേത്രത്തിൽ പോവുക, പള്ളിയിൽ പോവുക, ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ പറയാനുള്ളത്. നിങ്ങൾ കുറച്ചുകൂടി സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആകുമ്പോൾ ഇദ്ദേഹത്തിന്റെ എനർജിയിലെ പോസിറ്റിവിറ്റിയും നിങ്ങളുടെ പോസിറ്റിവിറ്റിയും നിങ്ങൾ സ്മൂത്ത് ആയിട്ട് മുന്നോട്ടേക്ക് പോകാം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങളിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ പോസിറ്റിവിറ്റി വരുമ്പോൾ നിങ്ങൾ അത് താങ്ങാനുള്ള എനർജി നിങ്ങളിലില്ല. കാരണം നിങ്ങളുടെ ചുറ്റിനുള്ള കുറച്ച് നെഗറ്റിവിറ്റിയാണ്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവിടത്തെ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ തീരുന്നതായിരിക്കും. അതേപോലെ നെക്സ്റ്റ് എനർജി വന്നിരിക്കുന്നത് 10 ഓഫ് എയർ എനർജിയാണ്. സോ 10 ഓഫ് എയർ എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ എന്താ പറയാ സിറ്റുവേഷൻസ്, ചില ആളുകളെ സംബന്ധിച്ച് സിറ്റുവേഷൻസ് ചേഞ്ച് ആയിട്ടുണ്ട്. ചില ആളുകൾ ഇവിടെ സൂചിപ്പിക്കും നിങ്ങൾക്കൊരു ട്രോമ ബോൺ സിറ്റുവേഷൻ ആയിരുന്നിരിക്കാം, പക്ഷെ നിങ്ങളിപ്പോൾ ആ ഒരു ട്രോമയെ മറികടന്ന് നിങ്ങൾ ലൈഫിൽ മുന്നോട്ടേക്ക് പോകുന്ന സിറ്റുവേഷൻസ്, ഡിഫിക്കൽട്ട് എനർജീസ് എൻഡ് ചെയ്തു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇവിടെ ഒന്ന് സൂചിപ്പിക്കുന്ന ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങളിലേക്ക് വരുന്നത് ഒരു പക്ഷെ നെഗറ്റീവ് എനർജീസ് ആണ് എങ്കിൽ, മുന്നില് ലൈഫിൽ നിങ്ങളിലേക്ക് എത്തുന്ന എനർജീസ് നിങ്ങൾക്ക് ചിലപ്പോ ആ ഒരു പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ അതിനെ ആ ഒരു എനർജിയെ ബ്ലോക്ക് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. പിന്നെ അതേസമയം ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റീവ് എനർജീസ് ആണ് എങ്കിൽ നിങ്ങൾ ആ ഒരു ട്രോമ ബോൺ സിറ്റുവേഷനെ മറികടന്നാൽ, അല്ലെങ്കിൽ ചില ആളുകൾ ആ ഒരു സിറ്റുവേഷനെ മറികടന്നുകൊണ്ടിരിക്കുന്ന എനർജിയാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എനർജി നിങ്ങൾ മറികടക്കുന്നതിലൂടെ നിങ്ങൾ പോസിറ്റിവിറ്റിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ചില ആളുകൾക്ക് പ്രസന്റ് സിറ്റുവേഷൻ ആകാം. കാരണം ഇതിൽ പറയുന്നത് നിങ്ങൾ ചേഞ്ച് ആണ്, റിക്കവറി ഫേസ് ആണ്. കാരണം ഇവിടെ ഒരു റിക്കവറി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഒത്തിരി നാളുകൾക്ക് ശേഷം നിങ്ങൾക്കൊരു ലിമിറ്റ് നിശ്ചയിച്ചിട്ടുണ്ടാവാം. ഞാൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ കാര്യങ്ങളിൽ മാറ്റം വരില്ല, അങ്ങനെയാണ് എന്നുള്ളതൊക്കെ. ആ ഒരു ലിമിറ്റ്
നിങ്ങളെ താണ്ടിക്കടന്ന് നിങ്ങൾ മാറ്റത്തെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു മാറ്റത്തെ അംഗീകരിച്ച് ലൈഫിൽ മുന്നോട്ടേക്ക് പോകുക. അതായത് നിങ്ങൾ ഹീൽ ചെയ്തു, ഒന്നുകിൽ നിങ്ങൾ ഹീൽ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൂവിങ് ഫോർവേഡ് ഇൻ ലൈഫ്. ഈ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ കണക്ഷൻ, നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ കണക്ഷൻ അപ്പോഴും ഉണ്ടാവും. പക്ഷെ അദ്ദേഹത്തിന്റെ തോട്ട് പ്രോസസ്സ്, ചിന്തകളൊന്നും തന്നെ അതിനനുസരിച്ചിട്ട് നിങ്ങളെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് ഏസ് ഓഫ് എയർ എനർജിയാണ്. സോ ഈ ഏസ് ഓഫ് എയർ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എന്താണ്, ഒത്തിരി ഐഡിയാസ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ വ്യക്തിയിൽ ഇപ്പോൾ നിങ്ങളുടെ ചിന്തകളും ഈ വ്യക്തിയുടെ ചിന്തകളും രണ്ട് തരത്തിലായിരിക്കുന്നത്. ഇതിപ്പോ നിങ്ങൾ ഒരുമിച്ച് ഒരേ വീട്ടിൽ താമസിക്കും, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാം, ലവേഴ്സ് ആവാം, ലിവിങ് ടുഗെദർ എന്തുമാവാം. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തോ പാരന്റ്സോ ആരും ആവാം, നിങ്ങൾ ഹോസ്റ്റലിൽ ഒരുമിച്ച് താമസിക്കുന്നതായിരിക്കും, എന്തുമായിക്കൊള്ളട്ടെ. ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ നിങ്ങൾക്ക് ഒത്തിരി ന്യൂ ഐഡിയാസ് ഒക്കെ വരുന്നുണ്ട്. അതേപോലെ നിങ്ങൾ തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, തുറന്ന് സംസാരിക്കണോ എന്നുള്ളത്. അപ്പൊ ആ വ്യക്തിയുടെ എനർജിയിൽ കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് കൂടുതലും. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ നിങ്ങളിലേക്ക് വരുമ്പോൾ അത് നിങ്ങളെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആ വ്യക്തിയിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കും കൺഫ്യൂഷൻ ഉണ്ടാവുക. അപ്പോൾ ഡൗട്ടാണ് ചില കാര്യങ്ങളിൽ. വലിയ രീതിയിൽ നെഗറ്റീവ് അല്ലെങ്കിൽ അത് നിങ്ങളെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു ഡൗട്ട് നിങ്ങൾ അബ്സോർവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് കരിയറിലായിരിക്കും, വർക്കിലായിരിക്കും, ഫിനാൻസ് റിലേറ്റഡോ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ വിദ്യാർത്ഥികളാണെങ്കിൽ. സോ നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് ഉണ്ട്, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, യു ആർ ഫുൾ ഓഫ് എക്സൈറ്റ്മെന്റ്, ലൈഫിൽ ലോങ് ടേം ഗോൾസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ റെഡി ആയിരിക്കുകയാണ്. പക്ഷേ ഈ പറയുന്ന വ്യക്തി നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ വ്യക്തിയുടെ എനർജി അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഇത് ജസ്റ്റ് ഈ വ്യക്തിയുടെ ചിന്ത മാത്രമല്ല, നിങ്ങളത് സംസാരിക്കുന്നുണ്ട്, വേർബലി അത് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ എനർജിയിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരും. നിങ്ങളുടെ എനർജി മെയിനായിട്ട് ഇതാണ്. നിങ്ങളൊരു ഡ്രീമറാണ്. ഒരു ഡ്രീമർ എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി സ്വയം വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുക. ആ ഒരു വിശ്വാസം നിങ്ങൾ ഉണ്ടാകുകയും നിങ്ങൾ ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള എനർജീസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നിങ്ങളെ ബാധിക്കുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങളെ ബാധിക്കാതെ തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ആർക്കേഞ്ചൽ വിശ്വസിക്കുന്നതെങ്കിൽ മെറ്റട്രോൺ ആണ് നിങ്ങളുടെ ആർക്കേഞ്ചൽ. മെറ്റട്രോൺ എന്ന് പറയുമ്പോൾ ലൈഫിൽ ന്യൂ സ്പിരിച്വൽ പാത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ സഹായിക്കുന്നത്. മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ തടസ്സങ്ങൾ, നിങ്ങൾ ഇത് നിന്നെ കൊണ്ട് പറ്റുമോ, ഒത്തിരി നെഗറ്റീവ് ഫീലിങ്സ് ഒക്കെ വരുമ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച്, അതായത് ഐഡിയാസ് മനസ്സിലുണ്ടെന്ന് നേരത്തെ പറഞ്ഞു, ഐഡിയാസ് ഉണ്ടാവും മാത്രമല്ല ആക്ഷൻ എടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന എനർജിയാണ്. സോ ആർക്കേഞ്ചൽ മെറ്റട്രോൺ ആണ് നിങ്ങളുടേത്. സോ മെറ്റാട്രോണിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമ ബൗണ്ട് എനർജീസ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ മാറ്റി കിട്ടുക. അപ്പോൾ നിങ്ങളുടെ എനർജിയിൽ ട്രോമ ബൗണ്ട് സിറ്റുവേഷൻ ഉണ്ട്, അതുപോലെ നിങ്ങളുടെ എനർജിയിൽ ഇതേപോലെ ആ വ്യക്തിയുടെ നെഗറ്റീവ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ മാറിക്കിട്ടാൻ നിങ്ങൾ ആർക്കേഞ്ചൽ മെറ്റാട്രോണിന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ശരിയായ സ്പിരിച്വൽ പാത്തിലേക്ക് കൊണ്ടുവരാൻ. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രാർത്ഥന ചൊല്ലാം, അല്ലെങ്കിൽ ഈ പേര് ചൊല്ലി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവം, അതിന് ആർക്കേഞ്ചൽ മെറ്റാട്രോൺ എന്നുള്ള രീതിയിൽ തന്നെ വേണമെന്നില്ല. അപ്പോൾ നിങ്ങൾ അതിൽ വിശ്വസിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക സെയിന്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ സെയിന്റ് ജോർജ്, സെന്റ് ആന്റണി, സെന്റ് ജൂഡ് അങ്ങനെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവം കൃഷ്ണനായാലും ശിവനായ മഹാദേവനായാലും ദേവിയായാലും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഇനി നമുക്ക് ഫയൽ നമ്പർ 3ലേക്ക് കിടക്കാം. ഫയൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫയൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, ഫയൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള മെസ്സേജസിലേക്ക് നമുക്ക് കടക്കാം. സോ ഫയൽ നമ്പർ 2, ഈ വ്യക്തി ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്, ഈ വ്യക്തിയുടെ ചിന്ത നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫയൽ നമ്പർ 2. ലെറ്റ്സ് സീ. ഫയൽ നമ്പർ 2. See file number 2. Three of Air, Ace of Earth, okay,
നിങ്ങളുടെ കുറച്ച് ഗ്രൗണ്ടഡ് എനർജിയാണ്. 7 ഓഫ് എർത്ത്. ഓക്കെ, ആൻഡ് എംപറർ എനർജി ആർക്കേഞ്ചൽ മൈക്കിൾ ആണ്. ഓക്കെ, ലെറ്റ്സ് സീ. ആൻഡ് ഒരു കാർഡ് കൂടി, ഏസ് ഓഫ് വാട്ടർ എനർജി. സോ എർത്ത്, വാട്ടർ, എയർ എനർജീസ് ഉണ്ട്. നിങ്ങൾ കുറച്ച് ഫിസിക്കലി ആക്റ്റീവ് ആവേണ്ട ഒരു ആവശ്യകത പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് അതിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കടക്കാം. നിങ്ങളുടെ എനർജിയിൽ കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തുക എന്നുള്ളത് ആദ്യം തന്നെ പറയാം. ഓക്കെ, സോ ഫസ്റ്റ് വന്നിട്ട് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് 3 ഓഫ് എയർ ആണ്. സോ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ പല കാര്യങ്ങളും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഈ പറയുന്ന വ്യക്തി, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി വളരെയധികം എല്ലാം ഒരു പോസിറ്റീവ് ചിന്തയോട് കൂടിയിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ കൂടിയതിനു ശേഷം നിങ്ങൾക്ക് എപ്പോഴും ഒരു ഉത്സാഹമാണ് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനായിട്ട്, പല കാര്യങ്ങളിലും മുന്നോട്ടേക്ക് പോകാനായിട്ട്, പല കാര്യങ്ങളിലും പല രീതിയിലും മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു കാര്യത്തിന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെയധികം ഉന്മേഷം വരുന്നുണ്ട്. കാരണം ഇവിടുത്തെ ഈ ഒരു എനർജി 3 ഓഫ് എയേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ സങ്കടങ്ങൾ ഇല്ല എന്നുള്ളതല്ല. ചിലപ്പോൾ ആ വ്യക്തിക്ക് ഹീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട്. പക്ഷെ ഈ ഒരു വ്യക്തി വളരെ വലിയൊരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കട്ടെ, ഈ പറയുന്ന വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാകരുതെന്നുള്ളൊരു പ്രാർത്ഥനയും ചിന്തയോട് കൂടിയിട്ടാണ് നിങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിലും നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ കറന്റ് സിറ്റുവേഷനിൽ ആ വ്യക്തിയുടെ പാസ്റ്റ് എനർജീസ്, പാസ്റ്റ് ട്രോമ ആ വ്യക്തിയുടെ ലൈഫിൽ ഇവിടെ സൂചിപ്പിക്കുന്ന നിങ്ങളുടെ പ്രണയിതാവാണ് ഈ വ്യക്തിയെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഒരു എക്സ് ലവർ ഉണ്ടായിരുന്നിരിക്കാം. അവരുടെ റിലേഷൻഷിപ്പ് വളരെ അൺഹെൽത്തി, അബ്യൂസും ഒക്കെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഫിസിക്കലി മെന്റലി ഒക്കെ. അതുകൊണ്ട് ഈ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളോടൊരു പ്രത്യേക റെസ്പെക്റ്റ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നിരുന്നാലും അറിയാലോ, ഒരു ചെറിയൊരു ഭയം ഉള്ളിൽ ഉണ്ടാകും. നിങ്ങളോടുള്ള ഒരു ഡൗട്ടല്ല, കാരണം ആ വ്യക്തിക്ക് സ്വന്തം എന്താ പറയാ, നമ്മൾ പറയും ഡെസ്റ്റിനിയിൽ ഭയമാണ്. എന്റെ ജീവിതത്തിൽ ചില ആളുകൾ പറയാറുണ്ട് എന്റെ ജീവിതത്തിൽ നല്ലതൊന്നും നടക്കാറില്ല എന്നുള്ളത്. ആ ഒരു എനർജി വ്യക്തിയിലുണ്ട്. പക്ഷെ ദിസ് പേഴ്സൺ, ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി റിലേഷൻഷിപ്പ് കൺസേൺസ് ഉണ്ടെന്ന് ഒഴിച്ചാൽ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്നുള്ളൊരു ചിന്തയാണ്. ബിക്കോസ് നിങ്ങൾ ആ വ്യക്തി അങ്ങനെയാണ് ഫീൽ ചെയ്യിച്ചിരിക്കുന്നത് എന്നുള്ളത്. ആ ഒരു നെഗറ്റീവ് എനർജി കംപ്ലീറ്റ്ലി ഈ വ്യക്തിയിൽ നിന്ന് മാറാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന്, കാരണം ഇദ്ദേഹം നിങ്ങളോടൊന്നും തുറന്നു പറയുന്നില്ല ഹൗ എന്താ പറയാ, ഒത്തിരി ഇദ്ദേഹം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ കാരണം ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടാവും, അതുപോലെ പ്രായത്തിൽ മുതിർന്നതിന് ശേഷം ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ഒത്തിരി സങ്കടം ഉണ്ടാവേ ഇദ്ദേഹത്തിന് ഈ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിച്ച ആളുകളോട് ഫോഗീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞൊരു നെഗറ്റീവ്, അത് ഇദ്ദേഹം ഒരു ചീത്ത വ്യക്തിയാണെന്നുള്ള ചിന്തയിലേക്ക് വരാൻ പറ്റില്ല. കാരണം ഫോഗീവ് ചെയ്യണമെന്നുണ്ട്. മറ്റുള്ളവരോട് ദേഷ്യം ആ വ്യക്തിക്ക് ദേഷ്യമായിട്ടല്ല, സങ്കടമായിട്ടാണ്. എന്നാലും എന്നോട് ഇത് ചെയ്തല്ലോ എന്നുള്ള ചിന്തയാണ് വരുന്നത്. നമ്മൾ ഫോഗീവ്നെസ് എന്ന് പറയുമ്പോൾ ഒരാളോട് നമുക്ക് ആ വ്യക്തിയെ കുറിച്ചിട്ട് ദേഷ്യം തന്നെ ആയിരിക്കണം എന്നില്ല. നമുക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടായാൽ മാത്രമേ ഫോർഗീവ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. ദേഷ്യമല്ല, ചില ആളുകൾക്ക് അത്രയും സങ്കടമായിരിക്കും. ആ സങ്കടം ഉള്ളിൽ നിന്ന് പോവാത്തതുകൊണ്ടാണ് അവർക്ക് ഫോർഗീവ് ചെയ്യാൻ പറ്റാത്തത്. എനിക്ക് അവരോട് ദേഷ്യമില്ല എന്ന് പറഞ്ഞാലും ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ആ വ്യക്തിയെക്കുറിച്ച് പിന്നെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് വിചാരങ്ങളൊന്നും വരുന്നില്ല. ആ വ്യക്തി എനിക്ക് സങ്കടം തന്നു എന്ന് പറയുന്ന വിചാരം നമ്മൾ ആ വ്യക്തിയെ കണക്ട് ചെയ്യാണ് നിങ്ങളുടെ സങ്കടമായിട്ട്, അത് നെഗറ്റീവ് വിചാരമാണ്. അപ്പൊ ഫോർഗീവ് പറ്റാത്തത് കൊണ്ടാണ് ഈ വ്യക്തിയുടെ മൈൻഡിൽ ഇതുള്ളത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടുന്നത് നിങ്ങളെ ആ ഒരു വ്യക്തി അത്രയും മനസ്സിൽ ചിന്തിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഈ വ്യക്തിയെ ഹീലിംഗിന് സഹായിക്കുക. ഫോർഗീവ്നെസ് ഇസ് എ പവർഫുൾ ഹീലിംഗ്, അത് പവർഫുൾ ഹീലിംഗ് എക്സ്പീരിയൻസ് ആണ്. സോ അത് ഹോൾഡ് ഓൺ ചെയ്യാതെ ആ ഒരു വ്യക്തിയിൽ നിന്ന് പുറത്ത് കടക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, അത് ഈ വ്യക്തി നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി തരാൻ ശ്രമിക്കുന്നില്ലെങ്കിലും സ്വയം നെഗറ്റീവ് ആകുമ്പോൾ ആ ഒരു സംഭവം ആ ഒരു എനർജി കണക്ഷൻസ് നിങ്ങളായിട്ട് വരുന്നുണ്ട്. സോ വെൻ യു ആർ ഹാപ്പി, നിങ്ങൾ ഹാപ്പി ആയിരിക്കുമ്പോൾ ഒരു പക്ഷെ എത്ര ഹാപ്പി ആണെങ്കിലും ചില എന്തെങ്കിലും നെഗറ്റിവിറ്റീസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ എനർജി ഓഫ് ദാറ്റ് പേഴ്സൺ. ഏജ് ഓഫ് എർത്ത് വളരെയധികം നിങ്ങൾ തമ്മിലൊരു ബിസിനസ് കണക്ഷൻസും സൂചിപ്പിക്കുന്നുണ്ട്.
സോ ഈ ഒരു എനർജി, ഏസ് ഓഫ് എർത്ത് എനർജി എന്ന് പറയുന്നത് ലൈഫിൽ നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത അല്ലെങ്കിൽ പ്രവർത്തിക്കാത്ത അല്ലെങ്കിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു കാര്യം ജീവിതത്തിൽ പ്രവർത്തിക്കുകയാണ്. പ്രമോഷൻ ലഭിക്കുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ എനർജിയിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ പുതിയതായിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുന്നുണ്ട്. ഹാപ്പിനെസ് ഇതുപോലുള്ള നിങ്ങളുടെ പേഴ്സണൽ ഓർ പ്രൊഫഷണൽ ലൈഫിൽ വരുമ്പോൾ ഈ വ്യക്തിക്ക് അത് നേരത്തെ അറിയാൻ പറ്റും. സോ സംടൈംസ് ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ അത് ഹാപ്പിനെസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലും ഒരു ഹാപ്പിനെസ് വരുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല, പക്ഷെ ഈ വ്യക്തിക്ക് അത് അറിയുന്നു, ഈ വ്യക്തി ഹാപ്പി ആവുന്നു, നിങ്ങളും ഹാപ്പി ആവുന്നു എന്നൊരു സിറ്റുവേഷൻ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇറ്റ്സ് എ ഗുഡ് ടൈം എന്നുള്ളത് നിങ്ങൾക്ക് തോന്നും മനസ്സിൽ. അതേപോലെ തന്നെ ചിന്തകൾക്ക് അതീതമായിട്ട് നിങ്ങൾ ഡയറക്റ്റ് പല കാര്യങ്ങളും മനസ്സിലുള്ളത് തന്നെ തുറന്ന് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ മനസ്സിൽ മാത്രം, അതായത് മനസ്സുകൊണ്ട് ഇപ്പൊ നമ്മൾ കണ്ണും നോക്കി സംസാരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അപ്പുറത്തേക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ തുറന്ന് പറയണമെങ്കിൽ മാത്രമാണ് സിറ്റുവേഷൻസിൽ അത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളോട് തുറന്ന് സംസാരിക്കുകയാണ്, നിങ്ങൾ ആ വ്യക്തിയോടും കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മുന്നോട്ടേക്ക് വരുന്ന കാര്യങ്ങൾ, ജീവിതം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു കണക്ഷൻ ഈ വ്യക്തിയുടെ മനസ്സിലൂടെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. എന്നിരുന്നാലും ഡയറക്റ്റ് ആയിട്ടുള്ള സംസാരങ്ങൾ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫീലിംഗ്, ഇവിടെ ഒരു ഫീലിംഗ് മറ്റൊന്ന് കാണുന്നത്, നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പഠിക്കാനോ ജോലിക്കോ എന്തിനോ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരേ പേജിലല്ല. ഒന്നുകിൽ നിങ്ങൾക്കിപ്പോൾ വിദേശത്ത് പോകാൻ ആഗ്രഹം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ചിലപ്പോൾ ഇപ്പോൾ വിദേശത്ത് പോകാൻ ആഗ്രഹം ഉണ്ടാവില്ല. നിങ്ങൾ രണ്ടുപേരുടെയും ഉള്ളിൽ ആ ഒരു വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിന്തകളാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ രണ്ടുപേരും ഹേർട്ട് ചെയ്യാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഹേർട്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരാളോട് സംസാരിക്കാതെ ആ വ്യക്തിക്ക് ഇഷ്ടമല്ലാത്തതായതുകൊണ്ട് പറയുന്നില്ല എന്ന് പറയുന്ന ഓൾഡ് ഫാഷൻഡ് ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ. അപ്പോൾ നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ സംസാരിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ടുപേർക്കും പറ്റുന്ന രീതിയിലേക്ക് കാര്യത്തെ കൊണ്ടെത്തിക്കാൻ നമുക്ക് കഴിയും. പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ അതിന് ശ്രമിക്കുന്നില്ല, കാരണം മറ്റേയാൾ ഹേർട്ട് ആവുമല്ലോ എന്നുള്ള ചിന്തയാണ്. അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകാതെ നിങ്ങൾ സംസാരിച്ചതിന് ശേഷം രണ്ടുപേരുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന രീതിയിൽ കുറച്ചുനാൾ നിങ്ങളുടെ സിറ്റുവേഷൻ, കുറച്ചുനാൾ ആ വ്യക്തിയുടെ ലെവലിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റുന്ന സിറ്റുവേഷൻസ് എന്താണോ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കാം. ഇവിടെ മനസ്സിനുള്ളിലല്ല, നിങ്ങൾ തുറന്ന് സംസാരിക്കുക എന്നുള്ള എനർജിയാണ്. നിങ്ങൾ തമ്മിൽ തുറന്ന് സംസാരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആകുന്നു. ഇവിടെ പ്രത്യേകിച്ച് ഒരു ഹസ്ബൻഡ് വൈഫ് എനർജി കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഹസ്ബൻഡിനോടോ വൈഫിനോടോ നിങ്ങൾ തുറന്ന് സംസാരിക്കുന്നില്ല എങ്കിൽ പ്ലീസ് നിങ്ങൾ തുറന്ന് സംസാരിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇത് ഇവിടെ തരുന്നത്. ഓക്കെ, ആൻഡ് 7 ഓഫ് എർത്ത് എനർജിയാണ്. 7 ഓഫ് എർത്ത് ബ്യൂട്ടിഫുൾ എനർജിയാണ്. സോ ഈ ഒരു എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്യാണ്ടിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു ടെമ്പററി പോസ് ഫീൽ ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക്. ആ ഒരു പോസ് ഒരു പക്ഷെ നിങ്ങൾ ഈ ഒരു വ്യക്തി, നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന ഈ ഒരു വ്യക്തി ഒരു പക്ഷേ പല കാര്യങ്ങളിലും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ആ വ്യക്തിക്ക് വേണം എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും, പല കാര്യങ്ങളൊന്നുമല്ല എല്ലാ കാര്യങ്ങളും ആ വ്യക്തി പൊതുവെ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിന്ത, അല്ലെങ്കിൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടുന്ന പ്രവൃത്തികളൊക്കെ ചെയ്തു, പക്ഷെ എന്തോ ഒരു മാറ്റം, അല്ലെങ്കിൽ എന്തോ ഒന്ന് അവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു ആങ്സൈറ്റി സിറ്റുവേഷൻ ഉണ്ട് ഈ വ്യക്തിയുടെ ഉള്ളിൽ. ആ ഒരു ആങ്സൈറ്റി എന്ന് പറയുന്നത് ഇപ്പോഴുള്ള എന്തോ ഒന്നിനെ കുറിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിലോ ഇദ്ദേഹത്തിന്റെ ലൈഫിലോ സംഭവിക്കുന്ന എന്തോ ഒരു കാര്യം. ആ ഒരു കാര്യം അദ്ദേഹത്തിന്റെ ലൈഫിൽ മുന്നോട്ടേക്ക് പോകാൻ അദ്ദേഹത്തെ തടയുന്നുണ്ട്. ആ ഒരു വ്യക്തി മുന്നോട്ടേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് ഇമോഷണൽ കണക്ഷൻസോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ചിന്തകൾ പല രീതിയിൽ പുറത്തേക്ക് വരുമ്പോൾ ഒരു പക്ഷെ നിങ്ങളുടെ ഇടയിൽ ഒരു എന്താ പറയാ, ആ ഒരു കണക്ഷൻ, ഒരു പേഷ്യൻസ് ഇല്ലായ്മ ഉണ്ട്. അപ്പൊ ഈ വ്യക്തി എല്ലാത്തിനും ഒരു ധൃതി പിടിക്കലാണെങ്കിൽ ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ചിന്തകൾ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം കുറച്ച് നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ തൽക്കാലം അതൊരു
ഹാങ്ഡ് മാൻ എനർജിയിലാണ് നിൽക്കുന്നത്, സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ആ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ വ്യക്തിക്ക് ധൃതിയായിട്ട് അത് നടക്കണം. ധൃതിയിൽ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് എല്ലാം ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹം ആ ധൃതി കാണിക്കുകയാണ്. ഈ പറയുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഇംപേഷ്യൻസ് മറ്റുള്ള കാര്യത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അത് അറിഞ്ഞോ അറിയാതെയാണ്, ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അപ്പോൾ ആ ഒരു ഇംപേഷ്യൻസ് മാറ്റുക, അതിനെക്കുറിച്ച് സംസാരിക്കുക. സിറ്റുവേഷൻസിന് ഇംപേഷ്യന്റ് ആവാതിരിക്കുക, വളരെ സ്മൂത്ത് ആയിട്ട് പേഷ്യൻസ് ഓടുകൂടിയിട്ട് കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. കാരണം നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നുണ്ട്. ആ ഒരു സ്റ്റെപ്പിലേക്ക് എത്താൻ കുറച്ച് സമയമെടുക്കും. അല്ലെങ്കിൽ സിറ്റുവേഷൻസ് എങ്ങനെയാണോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ വ്യത്യസ്തമായിട്ടിരിക്കും. സിറ്റുവേഷൻസ് എങ്ങനെയാണോ നിങ്ങളുടെ ലൈഫിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഈ വ്യക്തിയോട് സംസാരിക്കാം. ഇപ്പൊ കുറച്ച് ടൈം ഔട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്ന ഒരു ടൈം ഔട്ട് എടുത്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ചു വരിക ലൈഫിലേക്ക്, അല്ലെങ്കിൽ പുതിയ തുടക്കത്തിലേക്ക് എന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾ ഈ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കുക കൂടി ചെയ്യുക. കാരണം ലൈഫിൽ ചില സിറ്റുവേഷൻസിലൊന്ന് സ്റ്റക്കാവും. ആ സമയത്ത് നമ്മൾ സ്ലോ ഡൗൺ ചെയ്യേണ്ട സമയമായി എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുക. കാരണം ദാറ്റ് ഇസ് വാട്ട് യൂണിവേഴ്സ് വാണ്ട്സ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് അതാണ്. അപ്പോൾ സ്ലോ ഡൗൺ ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രാവൽ ചെയ്യുമോ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇൻവോൾവ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതിനെ ഫോഴ്സ് ചെയ്യരുത്. കാരണം സിറ്റുവേഷൻസ് ഇസ് നോട്ട് ഗുഡ്. നെക്സ്റ്റ് നിങ്ങളുടെ എംബ്രർ എനർജിയാണ്. സോ എംബ്രർ എനർജി എന്ന് പറയുമ്പോൾ ആർക്കേഞ്ചൽ മൈക്കിൾ ആണ്. സോ ഇതിലൊന്ന് പറയാനുള്ള നിങ്ങൾ ആർക്കേഞ്ചൽ മൈക്കിൾ ആണ് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ, നിങ്ങളുടെ സ്ട്രെങ്ത്. ഇപ്പോൾ ആർക്കേഞ്ചൽ മൈക്കിളിനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ, ഇപ്പൊ ഈ പറഞ്ഞ മാറ്റങ്ങളായാലും ഈ വ്യക്തിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് നിങ്ങൾ ഇപ്പൊ ആഗ്രഹിക്കുന്നതെങ്കിൽ ആർക്കേഞ്ചൽ മൈക്കിളിന്റെ സഹായത്തോട് കൂടിയിട്ട് ജീവിതത്തിൽ ഒരു സ്ഥിരത ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് കോൾ അപ്പോൺ യുവർ ഏഞ്ചൽ, ആർക്കേഞ്ചൽ മൈക്കിൾ, യു ആർ മൈ പ്രൊട്ടക്ഷൻ, യു ആർ മൈ സ്ട്രെങ്ത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണോ അത് പറയുക. ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ നിങ്ങൾ തന്നെ ഒരു പ്രാർത്ഥന ഉണ്ടാക്കുക. അത് തന്നെ, അല്ലെങ്കിൽ അത് 1-2 സെന്റൻസിൽ എഴുതി വെക്കുക. അതേ വാക്കുകൾ തന്നെ സ്ഥിരം പ്രാർത്ഥിക്കാവുന്നതാണ് 21 days. സോ ലോജിക്കലായിട്ട് പല കാര്യങ്ങളും ഡിസിപ്ലിനോട് കൂടിയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആർക്കേഞ്ചൽ മൈക്കിളിന്റെ എനർജിയിൽ സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. സ്റ്റേബിൾ ആയിട്ട് ഡിസിപ്ലിനോട് കൂടിയിട്ട് ചില സിറ്റുവേഷനിൽ നമ്മളുടെ സാറ്റേൺ എനർജി സിറ്റുവേഷൻസ് വരും. കാരണം വളരെ ഡിസിപ്ലിനോടുകൂടി കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആർക്കേഞ്ചൽ മൈക്കിളിന്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. സാറ്റേണിന്റെ സിമിലർ കണക്ഷൻസ്, അതായത് സ്ട്രോങ് എനർജീസ് ആണ്. വ്യക്തതയോട് കൂടിയിട്ട് ശക്തമായിട്ട് ധൈര്യത്തോട് കൂടിയിട്ട് നിൽക്കുന്നവർക്ക് കൂടെ നിൽക്കുന്ന എനർജി കൂടിയിട്ടാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ആർക്കേഞ്ചൽ മൈക്കിൾ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. പോസിറ്റീവ് എനർജീസിൽ മുന്നോട്ടേക്ക് വരിക. അപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻസിൽ ലോ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ലീഗലായിട്ടുള്ള സിറ്റുവേഷൻസ്, ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സിറ്റുവേഷൻസ്, അതേപോലെ സ്ട്രെങ്ത് ആൻഡ് കറേജ് ആണ് പറയുന്നത്. അപ്പോൾ ഒരു ഡിവൈൻ മെസ്കുലീൻ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ ചിലപ്പോൾ നിങ്ങളുടെ ഒരു മെയിൽ ഫിഗർ, അതായത് നിങ്ങളുടെ പാരന്റ് ഫിഗർ ആയിരിക്കും, ഫാദർ ഫിഗർ ആയിരിക്കാം, ആ ഒരു പൊസിഷനിൽ കാണുന്ന ഒരാളായിരിക്കാം, അത്ര റെസ്പെക്ട് കൊടുക്കുന്ന ഒരു മെയിൽ ആയിട്ടുള്ളൊരു വ്യക്തി. ആ വ്യക്തിയിൽ നിങ്ങൾ എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്ന അതേപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കേഞ്ചൽ മൈക്കിളിനെ പ്രാർത്ഥിക്കാം. ഇതുപോലെ നിങ്ങളുടെ ഈ പറയുന്ന വ്യക്തിയുടെ നെഗറ്റീവ് ചിന്തകൾ മാറ്റുന്നതിനും ശ്രമിക്കാവുന്നതാണ്. അതേപോലെ മെയിൻ സിറ്റുവേഷൻ ഏസ് ഓഫ് വാട്ടർ എനർജിയാണ്. സോ ഏസ് ഓഫ് വാട്ടർ എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ. ആ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുള്ള അവസരം വരുന്നുണ്ട്. ആ അവസരങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക കൂടി ചെയ്യാം. അതായത് ഏസ് ഫോൺസ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നല്ലൊരു സോൾമേറ്റ് കണക്ഷനാണ് ഈ ഒരു എനർജി കാണിക്കുക. ഈ വ്യക്തിയും നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആവാം. ആ ഒരു സോൾമേറ്റ്, ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പ്, ഒരു കമ്പാനിയൻഷിപ്പ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു കമ്പാനിയൻഷിപ്പോട് ട്രൂ കണക്ഷൻ, സോൾമേറ്റ് ആയിട്ടുള്ള നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ലൊരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് ഉണ്ടാകാനായിട്ട് പറ്റും. നല്ലൊരു പോസിറ്റീവ് ഇമോഷനാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഫോളിങ് ഇൻ ലവ് എനർജിയാണ്. ലവ് ഇൻ ദ എയർ, റൊമാൻസ് ഇസ് ദെയർ ഇൻ ദ എയർ, അങ്ങനത്തെ എനർജിയാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോയി കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. നമുക്ക് പൈൽ നമ്പർ 3 പോവാം. ഓക്കെ, പൈൽ നമ്പർ 3 എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന മെസ്സേജ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ.
സോ പൈൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 3. സോ ഈ വ്യക്തിയുടെ ചിന്തകൾ നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ വ്യക്തിയുടെ ചിന്തകൾ നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്, പൈൽ നമ്പർ 3 എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ പൈൽ നമ്പർ 6 of water, 8 of water, 3 of water, strong water connection ആണ്. Queen of water, totally emotionally very much connected. നിങ്ങൾ തമ്മിൽ strong connection ആണ് ഉള്ളത്. 6 of fire, okay. നിങ്ങളുടെ മെയിൻ ടീം 6 of fires ആണ്. ഓക്കെ, സോ നിങ്ങളുടെ എനർജി പറയുകയാണെങ്കിൽ ആദ്യം തന്നെ 6 of waters എനർജിയാണ് ഇവിടെ ഉള്ളത്. മെമ്മറീസ്, കണക്ഷൻസ്, നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻസ് വളരെ സ്ട്രോങ് ആണ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇവിടെ പറയുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നത് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ ചിന്തകൾ കുറച്ച് നെഗറ്റീവാണ്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഈ വ്യക്തിക്ക് ഹീലിംഗ് ആവശ്യമുള്ളത് കൊണ്ടോ ഒന്നുമല്ല. ഈ വ്യക്തി ചിന്തിക്കുന്നത് that he is being abused, he is being treated negative, he or she is being എല്ലാവരും ഈ വ്യക്തിക്ക് എതിരാണ്, എല്ലാവരും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു ഈ വ്യക്തി, അങ്ങനെയൊക്കെ ഒരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. പിന്നെ ഈ പറയുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും കുറച്ച്, ഈ വ്യക്തിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇദ്ദേഹത്തിലുണ്ട്. സ്ത്രീയായാലും പുരുഷനായാലും ഞാൻ വളരെ കഴിവുള്ള ഒരാളാണ്, എനിക്ക് എല്ലാം ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികമുണ്ട്, ഇൻഹെറിറ്റൻസ് പാരന്റ്സിന് ചിലപ്പോൾ ഒത്തിരി സ്വത്ത് വകകളുള്ള ഒരു വ്യക്തിയായിരിക്കാം, അത് ലഭിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, നല്ലൊരു ജോലി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസ സാഹചര്യം ഉണ്ടായിരിക്കാം. ഇതൊക്കെ എന്നിലുണ്ട്, ഞാൻ വളരെ വളരെ പോസിറ്റീവ് എനർജിയാണ് എന്നുള്ളതാണ് സ്വയം ചിന്തിക്കുന്നത്. പോസിറ്റീവ് എനർജി ആണ് എന്നുള്ളതല്ല, നെഗറ്റീവ് സിറ്റുവേഷൻസ് ആണ് അദ്ദേഹത്തിന്റെ മൈൻഡിൽ. ഈ നെഗറ്റീവ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ചിന്തകൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ചില ആക്ഷൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില പ്രവർത്തികൾ ഡയറക്റ്റ് ആയിരിക്കില്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിരിക്കും. ഇദ്ദേഹത്തിന്റെ ചിന്തകളും ഇതുപോലെ നിങ്ങളെ ഒന്ന് താഴ്ത്തി കാണുന്ന ഒരു വ്യക്തിയാകാം. കാരണം ഈ വ്യക്തി ചിന്തിക്കുന്നത് എല്ലാവരും എന്നിൽ താഴെയാണ് എന്നുള്ളത്. പക്ഷേ പറയുമ്പോഴോ പ്രവർത്തിക്കുമ്പോഴോ മറ്റുള്ളവർക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാകുന്നു. കാരണം ഈ വ്യക്തിയുടെ ഉള്ളിലുള്ള എനർജിയായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രമല്ല, പുറത്തും ഫിസിക്കൽ വേൾഡിലും ഈ വ്യക്തി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫിസിക്കൽ വേൾഡിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില ആളുകളെ പറയും നർസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, കൊവേർട്ട് ആൻഡ് ഓവേർട്ട് നാർസിസ്റ്റ്, 2 തരത്തിലുള്ളവരുണ്ട്. അതിലൊന്ന് നമ്മൾ ബാഹ്യമായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റും, അവനൊരു നർസിസ്റ്റ് ആണ് അല്ലെങ്കിൽ അവളൊരു നർസിസ്റ്റ് ആണെന്ന് ചില ആളുകൾ പറയും. പക്ഷെ മറ്റൊരു വിഭാഗം അവരെ ഒരിക്കലും ആ അനുഭവിക്കുന്ന വ്യക്തിക്കല്ലാണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ ഈ സമൂഹത്തിൽ പല ആളുകളും വളരെ എന്താ പറയാ, പുറത്ത് ഇമോഷണലി വളരെയധികം നല്ല ഫീല് കൊടുക്കുന്ന, മറ്റുള്ളവരെ എന്തിനും ഏതിനും സഹായിക്കുന്ന, കുടുംബമായാലും ഫാമിലി നല്ല രീതിയിൽ നോക്കുന്ന എത്രയും സ്നേഹനിധിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ആ ഒരു ഇമേജ് മറ്റുള്ളവരിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വരുന്ന പ്രശ്നം, ഈ പറയുന്ന പ്രത്യേക വ്യക്തികളോട് മാത്രം അവരവരുടെ തനി സ്വഭാവം കാണിക്കും. അതും മറ്റുള്ളവരില്ലാത്തപ്പോൾ. ഇനി മറ്റുള്ളവർ കൂടെ ഉള്ളപ്പോൾ തന്നെയാണെങ്കിലും അവർ പറയുന്ന വാക്കുകൾ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും, കേൾക്കുന്ന ആളുകൾക്ക്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയായിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവാം. കാരണം നേരത്തെ നിങ്ങൾക്ക് ഈ വ്യക്തി അറിയാം, നേരത്തെ പറഞ്ഞു വെച്ച സംഭാഷണത്തിന്റെ ബാക്കിയായിരിക്കും. പുറത്തുനിന്ന് കേൾക്കുന്ന ആളുകൾ ചിന്തിക്കുന്ന എന്ത് നല്ല വ്യക്തി, പക്ഷെ ആ വാക്കിന്റെ പുറകിലുള്ള ചിന്ത എന്താണ് എന്നുള്ളത്. ഇപ്പൊ ചിലപ്പോൾ ഒരു ജോലി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവാം, ആ ഒരു ജോലി നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടാവാം. ചിലപ്പോൾ ആ ഒരു ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമായിരിക്കാം. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളോട് ചിലപ്പോൾ പറയുന്നത്, ഇനിയിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ജോലി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ സ്വതവേ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എന്താ പറയാ, പോയി നോക്കാം, കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷെ നെഗറ്റീവ് ആവുന്ന രീതിയിൽ ഒരാൾ പറയുന്ന, ഇനി അവിടെ പോയിട്ട് കിട്ടിയില്ലെങ്കിൽ വെറുതെ കാശ് പോകും എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങളോട് പറയും.
പിന്നീട് വരുന്ന രീതിയിൽ നിങ്ങളുടെ അപ്പത്തേക്കും നിങ്ങൾ ഇമോഷണലി ഡൗൺ ആക്കുകയും പിന്നീട് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അത് പോകണ്ടെന്ന് തീരുമാനിച്ചു വെറുതെ പോയിട്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്ന ആളുകൾ ചിലപ്പോൾ അത് മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല, ഇവരുടെ വാക്കുകൾ ശ്രദ്ധിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടാവില്ല. കാരണം ഇവരുടെ വാക്കുകളിലുള്ള വിഷം അവർക്ക് മനസ്സിലായെന്ന് വരില്ല. പക്ഷെ നിങ്ങൾക്കത് കൃത്യമായിട്ട് അറിയാം, കാരണം നിങ്ങളാണ് അതെന്നും കേൾക്കുന്നത്. അപ്പൊ ആ ഒരു എനർജിയാണ് ഇവിടെ തരുന്നത്. അപ്പോൾ ഈ ഒരു 6 വാട്ടർ എനർജി മെമ്മറീസ് ആണ്. മെമ്മറീസ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾക്കറിയാം, ഈ വ്യക്തി നിങ്ങളിലേക്ക് തരുന്ന നെഗറ്റീവ് എനർജീസ് ആണ്. അതേപോലെ തന്നെ ഗിൽ ട്രിപ്പിലൂടെ നിങ്ങളെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഇവിടെ പറയാനുള്ള ഒരു കാര്യം, ഇതൊരു സ്ട്രോങ് മെസ്സേജ് ആണ് കേട്ടോ. ഈ വ്യക്തി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് സെയിം ഫീലിംഗ് ആണെങ്കിൽ, ഇത് നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും ഒരേ എനർജി ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്ന ഈ വ്യക്തിയായിട്ട് എത്രയും പെട്ടെന്ന് മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ മാറാം. അല്ലാത്ത പക്ഷം സ്ട്രോങ് ആയിട്ട് തീരുമാനമെടുക്കുക. ഈ വ്യക്തി ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്, ആ വ്യക്തിക്ക് അതിൽ താല്പര്യമില്ലെങ്കിൽ മറ്റുള്ളവരുടെ മൂലം പലതും പറയാം. പക്ഷെ അപ്പോഴും നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാവേണ്ടത് അനിവാര്യമാണെങ്കിൽ മറ്റുള്ളവർ ചിന്തിക്കുന്നോ പ്രവർത്തിക്കുന്നോ ഒന്നും ശ്രദ്ധിക്കാതെ നിങ്ങളുടെ കാര്യത്തിൽ മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാനുള്ളത്. ആ ഒരു എനർജിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത്. കാരണം അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ പറയുന്ന ആളുകൾ ഒരിക്കലും ഒന്നിലും കൂടെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനമെങ്കിലും വേണം എന്നുള്ളൊരു ചിന്ത. പക്ഷെ എല്ലാവരിലും വരുമാനത്തിന്റെ കാര്യമായിരിക്കില്ല, മറ്റുള്ളവരിലും മറ്റു കാര്യങ്ങളായിരിക്കാം. എന്തായാലും അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ വ്യക്തിയിൽ നിന്ന് അകന്ന് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 8 of Wands എനർജിയാണ്. സ്റ്റേ അവേ ഫ്രം ദിസ് പേഴ്സൺ. ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ടേക്ക് പോയ ഇമോഷണൽ ഗ്രോത്ത് നിങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എപ്പോഴും ഈ ഒരു വ്യക്തി എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്ത് കാര്യത്തിലാണോ മുന്നോട്ടേക്ക് പോകാൻ നിങ്ങളെ തടയുന്നത്, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ശരിക്കും മുന്നോട്ടേക്ക് പോവുക. കാരണം അത് നിങ്ങൾക്ക് പീസ് ഓഫ് മൈൻഡ് തരും. പിന്നെ ഇവിടെ 8 of Water എനർജി ചൂസിങ് ടു ലീവ് എ പെയിൻഫുൾ സിറ്റുവേഷൻ ആണ്. നിങ്ങളൊരു പെയിൻഫുൾ സിറ്റുവേഷനെ വിട്ടുകളയുന്ന എനർജിയാണ്. ആ വ്യക്തി നിങ്ങളിലേക്ക് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് എപ്പോഴും നെഗറ്റീവായിരിക്കും ചിന്തിക്കുക. ആ ഒരു വ്യക്തിയുടെ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് ആ വ്യക്തി പ്രവർത്തിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കണ്ണിൽ കാണാൻ പറ്റുന്ന കാര്യം കൂടിയിട്ടാണ്. ചിന്തകളിൽ ഓൾറെഡി നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നു. കാരണം നിങ്ങൾക്ക് ആ വ്യക്തി ചിന്തിക്കുന്നത് ടോട്ടലി മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, യു ആർ ഫീലിംഗ് എ നീഡ് ടു മൂവ് ഓൺ. ഈ ലൈഫിൽ നിന്ന് മുന്നോട്ടേക്ക് പോവുക, ഈ വ്യക്തിയിൽ നിന്ന് അകന്ന് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. നിങ്ങളൊരു റിലേഷൻഷിപ്പാണ്, പ്രണയമാണെങ്കിൽ ചില ആളുകൾ പറയാറുണ്ട് ഒരിക്കലും പിരിഞ്ഞു പോകാൻ പറ്റില്ല, എന്തൊക്കെ ശ്രമിച്ചാലും ഞാൻ ആ വ്യക്തിയെ പ്രണയിക്കുന്നു, ചില സിനിമകളിൽ കാണുന്ന പോലെ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാത്ത നിങ്ങളുടെ ലൈഫാണ് നിങ്ങൾ ഡിസ്ട്രോയ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷെ എന്നിട്ടും നിങ്ങൾ ആ വ്യക്തിയെ പ്രണയിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പ്രണയമല്ല, നമ്മൾ പറയും സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന്. അതായത് നിങ്ങളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി ദ്രോഹിച്ചിട്ടുള്ള വ്യക്തിയോട് പ്രണയം തോന്നുന്നത് അതൊരു തരം ഡിസോർഡർ ആണ്. അങ്ങനത്തെ ഒരു ഡിസോർഡറുള്ള ഒത്തിരി ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. മറ്റുള്ളവരെന്ന് വെച്ചാൽ സൊസൈറ്റിയെ ഭയന്നിട്ടായിരിക്കും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കും. അങ്ങനെ ഒരു ചിന്തയാണ് എങ്കിൽ, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ല എന്നുള്ളത് കൊണ്ടാണെങ്കിൽ അതിന് വേണ്ടുന്ന മാർഗങ്ങൾ നോക്കിയിരിക്കുക. കാരണം ഇപ്പോൾ വളരെ എളുപ്പമാണ് എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ മുന്നോട്ടേക്ക് സാമ്പത്തികം ഉണ്ടാക്കുക, എന്നിട്ട് പതുക്കെ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് പലരും ശ്രമിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ എന്ത് സാഹചര്യമായാലും നിങ്ങളെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് സമ്മതിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് മുന്നോട്ടേക്ക് ഇവിടെ ഒരു റീലൊക്കേഷൻ അനിവാര്യമായിട്ടുണ്ട്. നിങ്ങൾക്ക് റീലൊക്കേഷൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറുക. ഈ പറയുന്ന വ്യക്തി നിങ്ങളുടെ മാതാപിതാക്കളുടെ സുഹൃത്തുക്കളോ സഹോദരങ്ങളോ, നിങ്ങളുടെ വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ ഹസ്ബൻഡോ വൈഫോ പ്രണയിതാക്കളോ ആര് വേണമെങ്കിലും ആവട്ടെ, റീലൊക്കേഷൻ പറ്റുമെങ്കിൽ ശ്രമിക്കുക. ജോലി സ്ഥലത്തുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ചിന്തിച്ചെങ്കിൽ ജോബ് ചേഞ്ച് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. കാരണം യു ഡീലിംഗ് വിത്ത് ബേൺ ഔട്ട്, നിങ്ങൾ ബേൺ ഔട്ട് ആയിരിക്കുന്നത്, എക്സോസ്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി 3 of Water എനർജിയാണ്. ഇവിടെ ഇതൊരു ഫ്യൂച്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. സെലിബ്രേഷൻ ആണ്. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റിംഗ് സമ്മൺ ഹു ലവ്സ് യു, യു വിൽ ഫോൾ ഇൻ ലവ്, റിയൽ ലവ് എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾ കാണാണ്. പിന്നെ നിങ്ങൾ വിവാഹിതരല്ലാത്തവരാണെങ്കിൽ, ആയവരാണെങ്കിലും സിറ്റുവേഷൻസ് സാധ്യതയുണ്ട് നിങ്ങൾ ശ്രമിച്ചാൽ. കാരണം അത്രയും നെഗറ്റീവായിട്ടുള്ളൊരു വിവാഹത്തിൽ തുടരേണ്ട കാര്യമില്ല. പതുക്കെ ഒരു ഡിവോഴ്സിലേക്ക് പോവുക. അല്ലെങ്കിൽ വിവാഹിതരല്ലാത്തവരാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. ദർ ഇസ് നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ് എന്നുള്ള രീതിയിൽ ഒരു വിവാഹമുണ്ട്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഈ മെമ്മറീസ് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെസ്സേജ് ആണ്.
ഈ നെഗറ്റീവ് മെമ്മറീസ് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പുതിയൊരു പ്രണയം, പുതിയൊരു ജീവിതം നിങ്ങൾക്കായിട്ട് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പുതിയ പ്രണയം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സഹായകരമാകുന്ന, അതായത് ലൈഫിൽ സഹായകരം എന്നുള്ളതാണ് നിങ്ങൾക്കൊരു ഇമോഷണൽ സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ്. പല കാര്യങ്ങളും സഹായകരം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ, പേഴ്സണൽ ലൈഫിൽ മാത്രമല്ല പ്രൊഫഷണൽ ലൈഫിലും ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ കരിയറിൽ മുന്നേറാൻ, നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, എല്ലാ കാര്യത്തിലും നിങ്ങളെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാക്കാൻ ഈ പറയുന്ന വ്യക്തി സഹായിക്കുന്നുണ്ട്. ആ ഒരു എനർജി ഇത് നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് വന്നൊരു മെസ്സേജ് ആണ്. കാരണം ഒരു സെലിബ്രേഷൻ മുന്നോട്ടേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ വ്യക്തിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുള്ള ചിന്തകളായിരിക്കാം അത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ ഇത് കാണിക്കുന്ന ഫ്യൂച്ചറാണ്. ഈ കാറ്റിന്റെ ബേസിസിൽ നിങ്ങൾ നീങ്ങുകയാണ് എങ്കിൽ യു നീഡ് ടു ഹാവ് മോർ ഫൺ. ലൈഫ് എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരിക്കുക, സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. നിങ്ങൾ ഒത്തിരി വർക്ക് ചെയ്യുന്നുണ്ട്, അമിതമായിട്ട് വർക്ക് എടുക്കുന്നുണ്ട്. റിലാക്സ് ചെയ്യാം, മുന്നോട്ടേക്ക് പോവുക, വെക്കേഷന് പോവുക, കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം, നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു എനർജി കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ഈ ഒരു ഹാപ്പിനെസ് നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ആ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കണം. ആ തീരുമാനം നിങ്ങളുടെ കൈകളിൽ മാത്രമാണ്. ആ തീരുമാനം എടുക്കേണ്ടുന്ന വ്യക്തിയും നിങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് വാട്ടർ എനർജിയാണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത്. ക്യൂൻ ഓഫ് വാട്ടർ എനർജി നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് റിലേഷൻഷിപ്പ്, വീണ്ടും പറയുകയാണെങ്കിൽ ഈ രണ്ട് എനർജീസ് മെയിൻലി സ്ട്രോങ്ലി നിങ്ങൾ ചിന്തിച്ച വ്യക്തിയുടെ എനർജി നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഈ രണ്ട് എനർജീസിൽ കൂടുതൽ നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് എന്ന് വെച്ചാൽ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് അകന്ന് മാറേണ്ട അനിവാര്യതയാണ്. അകന്ന് മാറിക്കഴിയുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റിവിറ്റിയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തി, എംപത്തറ്റിക് ആയിട്ടുള്ള വ്യക്തി, നല്ലൊരു റിലേഷൻഷിപ്പും ഒരു ന്യൂ ലെവൽ ഓഫ് റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു എനർജിയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു എനർജി, അതായത് ക്യൂൻ ഓഫ് ഫോൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രണയം, ഒരു ഫാമിലിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, ഒരു ഹാപ്പി ഫാമിലി. അതായത് ലൈഫിൽ നിങ്ങളുടെ ഡിയർ ആൻഡ് നിയർ വൺസ് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുള്ളത്. ആ ഡിയർ ആൻഡ് നിയർ വൺസ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തി നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ആ വ്യക്തിയിലൂടെ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു, നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി കിട്ടുന്നുണ്ട്, ഇമോഷണൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്, ന്യൂ ലെവൽ ഓഫ് ട്രസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ വളരെ ഇമോഷണൽ മെച്യൂരിറ്റിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഈ പറയുന്ന വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ നർച്ചർ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ നിങ്ങളെ പാമ്പർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൂടി. നിങ്ങൾ എങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണോ ചിന്തിച്ചിട്ടുള്ളത് ആ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. കാരണം ഇവിടെ ചില ആളുകൾക്ക് പറയുന്നത് നിങ്ങൾ ഇപ്പൊ മനസ്സിൽ ചിന്തിച്ച വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു പാമ്പറിങ്, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് ആ ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളെ പാമ്പർ ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഈ പറയുന്ന വ്യക്തി നിങ്ങളോട് പറയുന്നത് ഇത് എന്താണ് കുട്ടികളി കളിക്കുന്നത്, കൊച്ചുകുട്ടികളെ പോലത്തെ എക്സ്പ്രഷൻ, ഇമ്മെച്യൂർ ആണ്. അപ്പൊ നിങ്ങൾ മെച്യൂർ ആവുക എന്ന് പറഞ്ഞാൽ എപ്പോഴും സീരിയസ് ആയിട്ടിരിക്കുക, ഉറക്കെ ചിരിക്കരുത്, ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളത് അതൊക്കെ ബാലിഷ്യമാണെന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിങ്ങളല്ലാതായി മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു എനർജി വൈബാണ് ഈ വ്യക്തി നിങ്ങൾക്ക് തരുന്നത്. അങ്ങനെ തരുമ്പോൾ ആ എനർജിന്ന് മാറിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എനർജി, അതായത് സംബഡി പാമ്പേഴ്സ് യു, വളരെ പേഷ്യന്റ് ആണ്, നിങ്ങൾ പറയുന്നത് കേട്ടിരിക്കുന്ന എനർജിയിലേക്ക് വരാൻ സാധ്യത ഉണ്ട്. കാരണം അതിലേക്ക് വരണമെങ്കിൽ പക്ഷെ നിങ്ങളായിട്ട് തീരുമാനിക്കണം. 6 ഓഫ് ഫയർ എനർജിയാണ്. കാരണം ഈ ഒരു എനർജി എന്ന് പറയുന്ന ഈ പറയുന്ന വ്യക്തി, നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച വ്യക്തിക്ക് നിങ്ങളുടെ ഇമോഷൻസുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ഫയർ എനർജിയാണ്, 6 ഓഫ് ഫയർ എനർജി. സ്പെഷ്യലി നിങ്ങളുടെ ഇമോഷൻസുമായിട്ട് ഈ വ്യക്തിക്ക് ഒരു കണക്ഷൻ ഇല്ല. ഈ വ്യക്തി മനസ്സിൽ ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ ചിന്തകൾ, ആ വ്യക്തിയുടെ ജീവിതം, ആ വ്യക്തിയുടെ ലൈഫ് എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, ഇതൊക്കെയാണ് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് എങ്ങനെ മുന്നോട്ടേക്ക് പോവുക, എങ്ങനെയായിരിക്കും മാറ്റങ്ങൾ, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതൊന്നും ആ വ്യക്തിയെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല എന്നുള്ളത്. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിക്ടറി, സക്സസ്, ഞാൻ ജീവിതത്തിൽ ജയിക്കണം എന്നുള്ളത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്നുള്ളൊരു ഭാവം, ഞാനാണ് ഏറ്റവും ഉയരത്തിൽ പോകേണ്ടത്, എനിക്ക് ഇന്ന സ്ഥലത്തെത്തണം, ഇന്ന പൊസിഷനിൽ എത്തണം. അപ്പോൾ നിങ്ങളോട് ആ മനസ്സിൽ തന്നെ ചിന്തിക്കുന്നതും അതാണ്. അതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും, ഞാൻ ഇങ്ങനെ എന്റെ ജോലിയിൽ ഇന്ന സ്ഥാനത്തെത്തി, എനിക്ക് ഇത്ര
എംപ്ലോയി ഓഫ് ദി മന്ത് ലഭിച്ചു, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ലെവലിലാണ്, ഞങ്ങളുടെ ഫാമിലി പണ്ട് മുതൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവും. വലിയൊരു അച്ചീവ്മെന്റ് ആണ് ലൈഫിൽ, പബ്ലിക് അച്ചീവ്മെന്റ് ലഭിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഒരു ചിന്തകളും കാര്യങ്ങളും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത, അതായത് ഈ വ്യക്തിയാണ് എല്ലാം, നിങ്ങളൊന്നുമല്ല എന്നുള്ളൊരു എനർജിയാണ് നിങ്ങളിലേക്ക് ആ വ്യക്തി തരുന്നത്. വളരെ നെഗറ്റീവ് എനർജിയാണ്. കാരണം നമ്മൾ ഒരു റിലേഷൻഷിപ്പിന് പോകുമ്പോൾ പല സിറ്റുവേഷൻസും ഉണ്ടാവാം. നെഗറ്റീവ് എനർജീസ് ഒക്കെ റിലേഷൻഷിപ്പിൽ എല്ലാത്തിലും കുറച്ചൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഒന്നുമല്ല എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ആ ഒരു വൈബാണ് ഈ ഒരു എനർജിന്ന് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വരികയാണെങ്കിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് വരാം എന്നുള്ളൊരു മെസ്സേജാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു.